മലയാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ ശാപം മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കി അതിനെ ആഘോഷിക്കുന്ന സ്വഭാവമാണ്. അതില്ലായിരുന്നെങ്കിൽ മലയാളി ഭൂമുഖത്തെ ഒന്നാം തരം ഉത്കൃഷ്ട ജീവിയായി തീരുമായിരുന്നു. ഏറ്റവും ഉത്കൃഷ്ട മലയാളിയായി തീരുമായിരുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട് മലയാളിക്ക്. മലയാളിയുടെ വെടുപ്പ്, മലയാളിയുടെ ബുദ്ധി, മലയാളിയുടെ സാമർഥ്യം, ഷ്രൂഡ് എന്നും പറയാൻ ഇംഗ്ലീഷിൽ. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. മലയാളിയുടെ ഒരു ബ്രില്യൻസ്, കഴിവ് ഒക്കെ ലോകത്ത് എണ്ണി പറയേണ്ട സാധനമാണ്. പക്ഷെ മലയാളി അത്ഭുതമാണ്. എപ്പോഴാണ് പാര വെക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കി നടക്കുന്നതിനിടയിൽ പറയാൻ കഴിയില്ല. ഇന്നലെ എന്നെ ഇവിടെ പ്രോട്ടോകോളായിട്ട് കൊണ്ടുനടക്കുന്ന എന്റെ സുഹൃത്ത് മനാഫ് പറഞ്ഞു, ഇവിടുത്തെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ വല്ലാതെ ആസ്വദിച്ചു. അവർക്കൊക്കെ ഉള്ളത് പറയാൻ കഴിയാം. എല്ലാ ജനതകളുമായിട്ടും ഇടപഴകുന്നവരാണല്ലോ. ഒരു അറബിയോ ഒരു ഇംഗ്ലീഷുകാരനെയോ കണ്ടാൽ അറബിയോട് എന്നൊക്കെ ചോദിച്ചാൽ സുഖം തന്നെ, അങ്ങനെ ഒരു കുറെ പറയും. വിഷമാണെങ്കിലും പറയും. ഇംഗ്ലീഷുകാരനാണെങ്കിലും ഓക്കെ, ഗുഡ്, വെരി നൈസ്, ഹൗ ആർ യു, തിരിച്ചും ഇങ്ങോട്ട് കുറെ ചോദ്യം ചോദിക്കും. മലയാളിയാണെങ്കിൽ എന്ത് സുഖം, ഒരു ഇതെങ്ങനെ കഴിഞ്ഞൂടി പോണേ. ഒരിക്കലും ഒരു നല്ല പ്രസന്നമായ വാക്ക് ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഇംഗ്ലീഷുകാരൻ വെരി നൈസ്, ഗുഡ് എന്ന് അയാൾക്കൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ജീവിതത്തെ പ്രസന്നമായിട്ട് കാണുക. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല. രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല. അത് പ്രശ്നാക്കി അവിടെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വിളിച്ച് 10 ആളെ സംഘടിപ്പിച്ച് സമരം ചെയ്ത് ഒച്ചപ്പാടാക്കി ബഹളാക്കി. ഇതിന്റെ 10-1 സമയം മതിയാവുന്ന നന്നാക്കാൻ അത് ചെയ്യും. ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾക്കിടയിൽ മൻസിൽ തെരീ ഖബർ ഹേ. മരണത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മരണത്തെപ്പറ്റി മനസ്സിലാക്കിയ ഒരാളും മറ്റുള്ളവനെ പറ്റി അപവാദം പറയൂല. ഇന്ന് പലരും ജീവിതം അപവാദം പറഞ്ഞ് നശിപ്പിക്കണം. ഫിത്ന പറയാം മറ്റുള്ളവനെ പറ്റി. അപവാദം ഒരു വ്യവസായമാക്കി തീർക്കുക. കേരളത്തിൽ ഇന്ന് ഏറ്റവും പൊടിപൊടിക്കുന്ന വ്യവസായം അപവാദ വ്യവസായമാണ്. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ. ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനം മരണമാണ്. മഹലോ മേ സോനെ വാലേ മിട്ടി മേ സോ രഹേ ഹേ. കൊട്ടാരങ്ങളിൽ കിടന്നുറങ്ങുന്നവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഉറങ്ങുന്നത് മണ്ണിലാണ്. ദോ ഗസ് ജമീൻ കാ ടുക്ടാ ഛോട്ടാ സ തേരാ ഘർ ഹേ മൻസിൽ തെരീ ഖബർ ഹേ. ദോ ഗസ് ജമീൻ കാ ടുക്ടാ, 2 അടി മണ്ണാണ്, മണ്ണിന്റെ തുണ്ടമാണ്. മനുഷ്യ, നിന്റെ യഥാർത്ഥ വാസസ്ഥാനം ഛോട്ടാ സ തേരാ ഘർ ഹേ. എത്ര ചെറിയതായിട്ടുള്ള വാസസ്ഥാനമാണ്. പറയാൻ പറ്റുമോ എവിടെ വെച്ചിട്ടാ മരിക്കുന്നത് എന്ന് പറയാൻ?